Okay, dear students, your second module consisting of statistics for research. Why we are using statistics in research? അല്ലെങ്കിൽ റിസർച്ചിന് വേണ്ടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, അതാണ് നിങ്ങൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എവിടെയാണ് നമ്മൾ റിസർച്ചിൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോസസ്സിങ് ആൻഡ് അനാലിസിസിങ് ഡേറ്റയിലാണ്. അപ്പം നമ്മൾ റിസർച്ചിന് ഒത്തിരിയും കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ആ കളക്ട് ചെയ്യുന്ന ഡേറ്റയെ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സിങ് ഓപ്പറേഷൻ്റെ അകത്ത് വരുന്നതാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എഡിറ്റ് ചെയ്യും, ദെൻ അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഓരോ കോഡ് കൊടുത്തിട്ട് അതിനെ കോഡ് ചെയ്തിട്ട് മാറ്റും, ദെൻ ക്ലാസിഫിക്കേഷനിലോട്ട് മാറ്റും, ദെൻ ലാസ്റ്റ് വൺ ഈസ് ടാബുലേഷൻ. ഓക്കെ, ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ടാബുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ടാബുലേഷൻ കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഡേറ്റയെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അവിടെയാണ് നമുക്ക് എന്ത് വേണ്ടുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് വേണ്ടുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫങ്ഷൻ ആസ് എ ടൂൾ ഇൻ ഡിസൈനിങ് റിസർച്ച്, അനലൈസിങ് ഇറ്റ്സ് ഡേറ്റ ആൻഡ് ഡ്രോയിങ് കൺക്ലൂഷൻസ് ദെയർ ഫ്രം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടൂളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്തിനൊക്കെയാണ്? ഡിസൈനിങ് റിസർച്ച്, അനലൈസിങ് ഇറ്റ്സ് ഡേറ്റ ആൻഡ് ഡ്രോയിങ് കൺക്ലൂഷൻസ് ഫ്രം ഇത്. നമ്മൾ ആ തന്നിരിക്കുന്ന ഡേറ്റയെ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു കൺക്ലൂഷൻ, ഒരു റിസൾട്ടിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ചിൽ ഉപയോഗിക്കുന്നത്. Most research studies results in large volume of raw data which must be suitably reduced so that the same can be read easily and can be used for further analysis. നമ്മൾ സാധാരണയായിട്ട് നടത്തുന്ന ഒരു റിസർച്ചിൽ ഒത്തിരി ഡേറ്റാസ് കളക്ട് ചെയ്യാറുണ്ട്, ലാർജ് നമ്പർ ഓഫ് ഡേറ്റാസ് കളക്ട് ചെയ്യാറുണ്ട്. അപ്പം അതിനെപ്പറ്റി എല്ലാം പഠിച്ച് അതിൻ്റെ റിസൾട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് നമ്മൾ ആ ഡേറ്റയെ എല്ലാം അനലൈസ് ചെയ്ത് ഒരു കൺക്ലൂഷനിൽ എത്തുന്നതിന് വേണ്ടി അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്ത് പഠിച്ച് ജനറലൈസ് ചെയ്ത് പോകും. അപ്പോൾ ആ പ്രോസസ്സ് നിങ്ങൾ സാമ്പിളിംഗ് എന്നും പറഞ്ഞുകൊണ്ട് S1 S2 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ദ പ്രോസസ് ഓഫ് ജനറലൈസിങ്, the process of generalization from small groups, that is samples to population, അതാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 types of statistics യൂസ് ചെയ്യും. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് സർട്ടൻ ഇൻറ്റീസസ് ഫ്രം ദ റോ ഡേറ്റ. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് കുറച്ച് ഇൻറ്റീസസ്, കുറച്ച് നമ്പേഴ്സ്, ഇതുമായിട്ട് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നമ്പേഴ്സിനെ നമ്മൾ കൺക്ലൂഷനായിട്ട് എടുക്കുന്നതാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആകുമ്പം സാമ്പിളിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ എസ്റ്റിമേഷൻ ഓഫ് പോപ്പുലേഷൻ പാരാമീറ്റർ, ടെസ്റ്റിംഗ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ്. അതായത് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സിനെ നമ്മൾ ചെറിയ സാമ്പിളിൽ നിന്ന് എടുക്കുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസിൻ്റെ ടെസ്റ്റിങ്, ഇതൊക്കെയാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ പോർഷൻ നിങ്ങൾ ശരിക്കും S1 S2 പഠിച്ചിട്ടുണ്ട്. ദെൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, that is averages. Then next one is അടുത്തതെന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. ദെൻ നെക്സ്റ്റ് ഈസ് മെഷേഴ്സ് ഓഫ് asymmetry, that is skewness. The other thing is measures of relationship, and the fifth one is other measures. അപ്പം mainly there are 5 measures. 5 measuresൽ measures of central tendency, അതിന് എക്സാമ്പിൾസ് measures of central tendency എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ്? ആവറേജസ് ആണ്, അതായത് അരിത്തമെറ്റിക് മീന്, മീഡിയന്, മോഡ്. അരിത്തമെറ്റിക് മീന്, മീഡിയൻ ആൻഡ് മോഡ്. ഇനിയും നമ്മൾ യൂഷ്വലി അധികം യൂസ് ചെയ്യാത്ത 2 ഉണ്ട്, ജോമെട്രിക് മീനും ഹാർമോണിക് മീനും എന്ന് പറയും. അപ്പം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് അരിത്തമെറ്റിക് മീനും മീഡിയനും മോഡുമാണ്. അപ്പം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അതാണ് അരിത്തമെറ്റിക് മീന്, മീഡിയൻ ആൻഡ് മോഡ്. ഇനി മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, എത്രത്തോളം ഇത് ഡിസ്പേഴ്സ്ഡ് ആയിട്ട് കിടക്കുകയാണ്, അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വേരിയൻസ് ആൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട്, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രം, മീൻ ഡീവിയേഷൻ ഉണ്ട്, റേഞ്ച് ഉണ്ട്. ഇനി ഫോർ കമ്പാരിസൺ പർപ്പസ് വി യൂഷ്വലി യൂസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ ദ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. നമ്മൾ കമ്പാരിസൺ പർപ്പസിന് വേണ്ടി കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസ്. അതായത് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എത്രത്തോളം പീക്കഡ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഫ്ലാറ്റായിട്ടാണ് ആ ഗ്രാഫ് എടുക്കുന്നത്, അതാണ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി യൂസ്ഡ് ഫസ്റ്റ് മെഷർ ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മീൻ ആൻഡ് മോഡ് ഓർ ഓൺ മീൻ ആൻഡ് മീഡിയൻ. അപ്പം നമ്മൾ ഫസ്റ്റ് മെഷർ ഓഫ് സ്ക്യൂനെസ് എപ്പോഴും മീൻ അല്ലെങ്കിൽ മോഡിനെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ മീൻ അല്ലെങ്കിൽ മീഡിയനെ ബേസ് ചെയ്തോ ചെയ്യുന്നത്. ദ അതർ മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആർ ബേസ്ഡ് ഓൺ ക്വാർട്ടൈൽസ് on the other moments.
Okay, kurtosis is also used to measure the peakedness of the curve of the frequency. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു കർവ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എത്രത്തോളം പീക്കാണ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കർട്ടോസിസ്. കർട്ടോസിസ് ഇസ് ഓൾസോ യൂസ്ഡ് ടു മെഷർ ദ പീക്കഡ്നെസ് ഓഫ് ദി കർവ് ഓഫ് ദി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. Okay, then the fourth one is measures of relationship. Measures of relationship, Pearson coefficient of relationship correlation is frequently used in the case of statistical variables. Then Yule's coefficient of association is used to the statistic attributes, multiple correlation coefficient or partial correlation coefficient, regression analysis, etc. So measures of relationship ഇതൊക്കെയാണ്. Pearson coefficient of correlation അതാണ് frequently യൂസ് ചെയ്യുന്നത്. Then Yule's coefficient of association and multiple correlation coefficient and partial correlation coefficient. These are the regression analysis. These are the main measures of relationship. Then other relations, other measures are there, that is index numbers. The index numbers are used in the analysis of time series. Okay, index numbers are used in time series analysis. Then coefficient of contingency, etc. ഇതിലൊക്കെയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. They are the other measures that are often used. Okay, the first measure of central tendency. The first measure of central tendency or statistical averages stresses the point about which items have the tendency to cluster. അപ്പം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയാൻ നമുക്ക് കുറേ ഡേറ്റ തന്നാൽ ഒരു പർട്ടിക്കുലർ ഡേറ്റയുടെ അടുത്തോട്ട് ക്ലസ്റ്ററായി കിടക്കാനുള്ള അത് ഏത് ഡേറ്റയോടാണ് അത് ക്ലസ്റ്ററായി കിടക്കുന്നത്. അപ്പോൾ അതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. സച്ച് എ മെഷർ ഈസ് കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ഫിഗർ ഫോർ ദ എൻറ്റയർ മാസ് ഓഫ് ഡേറ്റ. അപ്പോൾ നമ്മളൊരു ആവറേജ് എടുക്കുക എന്ന് പറയത്തില്ല, ഏകദേശം ഇത്രയാണ്, അതാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. സോ ദ measure of central tendency is also known as statistical average. അപ്പോൾ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് മീൻ, മീഡിയൻ ആൻഡ് മോഡാണ്. പോപ്പുലറായിട്ടുള്ള ആവറേജസ് അതൊക്കെയാണ്. Then mean is also known as arithmetic average. The most common measures of the central tendency and may be defined as the value which we get dividing the total values. അതായത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. മീൻ ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എക്സ് ഐ ബൈ എൻ ആണ്, ഇല്ലേ? എന്ന് വെച്ചാൽ ഓരോ ഡേറ്റായും ആഡ് ചെയ്തിട്ട് എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീനിനുള്ള സിമ്പിളാണ്. സമ്മേഷൻ എന്ന് പറയുമ്പം സമ്മേഷൻ സിമ്പിളാണ്. എക്സ് ഐ എന്ന് പറയുമ്പോൾ ഈച്ച് ഓരോ വാല്യൂ ഓരോ ഒബ്സർവേഷനാണ്. എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ദെൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സ് വൺ എന്ന് പറയുന്ന ഐറ്റം 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, എക്സ് ടു എന്ന് പറയുന്ന ഐറ്റം ത്രീ ടൈംസ് വന്നു. അപ്പോൾ നമ്മൾ എക്സ് ഇവിടെ ഫ്രീക്വൻസി എഴുതുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മീൻ കാണുന്നതെന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ഫ്രീക്വൻസിയെയും അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തത്, അതാണ് സിഗ്മ എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ എന്ന് പറയുന്നത്. എഫ് വൺ എക്സ് വൺ പ്ലസ് എഫ് ടു എക്സ് ടു പ്ലസ് എക്സെട്ര എഫ് എൻ എക്സ് എൻ ഡിവൈഡഡ് ബൈ എഫ് വൺ പ്ലസ് ആ ഫ്രീക്വൻസി എല്ലാം കൂടെ കൂട്ടുന്നത്, ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ എൻ. ഇനി വെയ്റ്റഡ് ഉണ്ട്. വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുമ്പം ഓരോന്നിനും ഇത്ര വെയിറ്റേജ് കൊടുത്തുകൊണ്ടിട്ട് അത് ഫ്രീക്വൻസി തന്നെയാണ്, പക്ഷേ അതിന് നമ്മൾ വേറെ പേര് പറയുന്നേ ഉള്ളൂ. സോ അതും എന്ത് തന്നെയാണ്, എക്സ് ബാർ ഓഫ് വെയ്റ്റഡ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഡബ്ല്യു ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ ഡബ്ല്യു ഐ. സോ എക്സ് ബാർ ഓഫ് വെയ്റ്റഡ് ഐറ്റം ആണ് എക്സ് ബാർ ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത്. ഡബ്ല്യു ഐ ഇസ് വെയിറ്റ് ഓഫ് ദി ith item, എക്സ് ഐ ഇസ് ദ വാല്യൂ ഓഫ് ദി ith item. ഓക്കെ, സോ മീൻ ഈസ് ദ സിംപ്ലസ്റ്റ് മെഷർമെൻറ്റ് ഓഫ് ദ സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് മെഷർ. അപ്പം മീനാണ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടും വൈഡ്ലി യൂസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് ഇനി നമ്മൾ അടുത്ത യൂസ് ചെയ്യുന്ന ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ ആണ്. Median is the value of the middle item of the series when is arranged in ascending or descending order of the magnitude. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മിഡിൽ വരുന്നതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡിവൈഡ്സ് ദ സീരീസ് ഇൻ ടു 2 halves. അതായത് മീഡിയൻ ആകുമ്പം ഇങ്ങോട്ടും ഒരു പകുതി ഇങ്ങോട്ടും ഒരു പകുതി, 2 halves ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. In one half all items are less than the median and the other halves all the items are greater than the median. So if the values of the items are arranged in ascending order, so for example തന്നേക്കാണ് 60, 74, 80, 90, 95, 100. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6 6 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ ഈവൻ ആണ്, ഇല്ലേ? അപ്പോൾ അതിൻ്റെ മിഡിൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഫോർത്ത് ഐറ്റം ആണ്. ഫോർത്ത് ഐറ്റം ആണ്.